കുട്ടിമണി എന്ന കഥാപാത്രത്തിലൂടെ മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുത്ത താരമാണ് ശ്രീലയ. ഒരൊറ്റ സീരിയൽ കൊണ്ട് തന്നെ ജനപ്രീതി നേടിയെടുത്ത നടി ഇപ്പോൾ ഭർത്താവിന് റോബിനും മകൾക്കുമൊപ്പം സന്തോഷത്തോടെ ജീവിക്കുകയാണ്. നടി ലിസിയുടെ മകളും നടി ശ്രുതിലക്ഷ്മിയുടെ സഹോദരിയുമായ ശ്രീലയ രണ്ടാമതും വിവാഹം കഴിച്ചത് വലിയ വാർത്തയായിരുന്നു. ആദ്യ വിവാഹബന്ധം വേർപെടുത്തി 2 വർഷത്തിന് ശേഷമാണ് ശ്രീലയ രണ്ടാമതും വിവാഹിതയാകുന്നത്. അതിലൊരു കുഞ്ഞിനും ജന്മം കൊടുത്തു. എന്നാൽ ആദ്യ ജീവിതത്തിലുണ്ടായ പാകപ്പിഴകളെപ്പറ്റി നടി തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ദാമ്പത്യ ജീവിതം പരാജയപ്പെട്ടതിനെക്കുറിച്ച് ശ്രീലയ പറയുന്നത് ഇങ്ങനെയാണ്. ആദ്യ വിവാഹം 2 വർഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മാട്രിമോണിയൽ വഴിയായിരുന്നു ആ കല്യാണം. വിധിയാണ് ആ ബന്ധത്തിന്റെ പ്രതി. അതിലും നല്ലൊരു ടൈറ്റിൽ അതിന് കൊടുക്കാനില്ല. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചതോടെ അഭിനയ ജീവിതത്തിൽ നിന്നും മാറിയിരുന്നു. ബന്ധം ബന്ധനമാകുമ്പോൾ അത് ഉപേക്ഷിക്കുകയാണ് നല്ലത്. ഒട്ടും പൊരുത്തപ്പെടാൻ പറ്റാത്ത ജീവിതമായിരുന്നു. എൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് ഞാൻ ഒരുപാട് ക്ഷമാശീലമുള്ള ആളാണ്. പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളുമല്ല. ഒത്തിരി സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന ആളാണ്. എല്ലാം കൂളായി എടുക്കുന്ന എനിക്ക് പോലും അതുമായി മുന്നോട്ട് പോകാൻ പറ്റില്ല. രണ്ടാളും കൂടി തീരുമാനിച്ചാണ് നിയമപരമായി ഡിവോഴ്സ് ആയത്. പിന്നെ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. പുള്ളിയും നന്നായി ജീവിക്കട്ടെ. നിമിത്തം വിധി അതിലൊക്കെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഒരിക്കലും ആഗ്രഹിക്കാത്ത കാര്യമായിരുന്നു അത്. ആ വിവാഹ ജീവിതത്തിൽ അങ്ങനെ ഓർമ്മിക്കാൻ മാത്രമുള്ള അനുഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. പിന്നീട് ഒറ്റയ്ക്കായി പോയെന്ന തോന്നൽ എന്നെ അലട്ടിയിരുന്നു. ഫാമിലിയും സഹോദരി ശ്രുതിയും സുഹൃത്തുക്കളും ഒക്കെ കട്ട സപ്പോർട്ടുമായി കൂടെയുണ്ടായിരുന്നു. വയസ്സാം കാലത്ത് എനിക്ക് ആരാണ് കൂട്ടെന്നൊക്കെ ചിന്തിച്ചപ്പോൾ ഉത്തരമില്ലായിരുന്നു. നല്ലൊരു കുടുംബം എൻ്റെ സ്വപ്നമായിരുന്നു. ഭാര്യയും നല്ലൊരു അമ്മയാവുക എന്നതൊക്കെ സ്വപ്നം കണ്ടിരുന്നു. 2 വർഷം ഒറ്റയ്ക്കായതിനു ശേഷമാണ് രണ്ടാമതും വിവാഹിതയാകുന്നത്. വിവാഹമോചനത്തിന് ശേഷം വീണ്ടും അഭിനയിക്കാൻ വന്നിരുന്നു. എങ്കിലും ആ സമയത്ത് നല്ലൊരു കുടുംബജീവിതം, ഒരു കുഞ്ഞ് എന്നൊക്കെയായിരുന്നു മനസ്സിൽ. രണ്ടാമതൊരു വിവാഹത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും എന്ന അവസ്ഥയായിരുന്നു. നമ്മൾ വിശ്വസിക്കുന്നൊരു ശക്തിയുണ്ടല്ലോ, അതുകൊണ്ട് എപ്പോഴും നമ്മൾ കുഴിയിലായിരിക്കില്ലെന്ന് ചിന്തിച്ചു. രണ്ടും കൽപ്പിച്ചാണ് രണ്ടാം വിവാഹത്തിന് തയ്യാറായത്. മാട്രിമോണിയിലൂടെയാണ് റോബിനെ കണ്ടെത്തിയത്. പുള്ളി ജനിച്ചതും വളർന്നതുമെല്ലാം ബഹ്റിനിലാണ്. മലയാളിയാണ്. നാടുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ലാത്ത ആളാണ്. ഇപ്പോൾ പുള്ളിക്ക് അവിടെ മടുത്തു. വേറെ എവിടെയെങ്കിലും പോയാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ അഭിനയിക്കുന്നതിലൊന്നും പുള്ളിക്ക് വിരോധമില്ല. ഇനി അഭിനയിക്കുമ്പോൾ ഇന്റിമേറ്റ് സീൻസുകൾ ഒക്കെ വന്നാലും പുള്ളി എങ്ങനെ പ്രതികരിക്കുമെന്നറിയില്ല. തട്ടയിൽ കയറിയാൽ മട്ടുമാറുമോ എന്ന് നോക്കാമെന്നും ശ്രീലയ പറയുന്നു. 2021 ജനുവരിയിലാണ് ശ്രീലയും റോബിനും വിവാഹിതരാകുന്നത്. വിവാഹശേഷം ഭർത്താവിന്റെ കൂടെ വിദേശത്ത് പോയ നടി തൊട്ടടുത്ത വർഷം ഒരു പെൺകുഞ്ഞിന് ജന്മം കൊടുത്തു. മിൻസാര എന്നാണ് മകൾക്ക് പേരിട്ടിരിക്കുന്നത്. കുഞ്ഞിനൊപ്പമുള്ള ജീവിതം ഏറെ ആസ്വദിക്കുന്നതിനെ പറ്റിയും താരം പറയാറുണ്ട്. കല്യാണം കഴിഞ്ഞതോടെ അഭിനയത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണിപ്പോൾ. എന്നാൽ താരം ബഹ്റിനിൽ ഇപ്പോൾ നഴ്സായി ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. അഭിനയം നിർത്തി താരം പോയത് ഭർത്താവിനൊപ്പം ബഹ്റിനിലേക്കാണ്. ബഹ്റിനിൽ കുഞ്ഞും ഭർത്താവുമൊത്ത് ജോലിയുമൊക്കെയായി നഴ്സായി തന്റെ ജീവിതം മുന്നോട്ട് നയിക്കുകയാണ്. അഭിനയത്തിന്റെ ഗ്ലാമർ ലോകത്ത് നിന്നും എപ്പോഴും സ്വകാര്യമായൊരു ജീവിതം നയിക്കാൻ തന്നെയാണ് ശ്രീലയ ആഗ്രഹിച്ചതും അത് തന്നെയാണ് സംഭവിച്ചതും.